നമസ്കാരം. ഔ ടി വി 24/7 റംദാൻ വിശേഷങ്ങളിൽ ഇന്ന് ടെക്സാസ് ദുബൈയിലേക്കാണ് എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ല പ്രവാസി അസോസിയേഷനാണ്. നമസ്കാരം. നമസ്കാരം. നജീമുക്ക ഈ ടെക്സാസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അതെ. എത്ര വർഷമായി ടെക്സാസ് ഇവിടെ വന്നിട്ട് ഫോം ചെയ്തിട്ടോ? ടെക്സാസ് ഫോം ചെയ്തിട്ട് 25 വർഷമായി. 25 വർഷം മുമ്പ് കുറച്ച് ഈ തിരുവനന്തപുരം പ്രവാസികൾ ചേർന്നിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായി. മീറ്റിങ്ങിൽ ഒരു തീരുമാനം ഉണ്ടായി, നമ്മൾക്ക് ഒരു ജില്ലയുടെ ഒരു സംഘടന, എല്ലാ താലൂക്കുകളും എല്ലാം ചേർത്ത് ഒരു ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു സംഘടന ഉണ്ടാക്കുക. അത് ജാതി മത രാഷ്ട്രീയം അതിനകത്ത് ഇല്ല. ജാതി മത രാഷ്ട്രീയങ്ങൾക്ക് അതീതമായ ഒരു സംഘടന നമ്മൾ രൂപീകരിച്ച്, അതായത് തിരുവനന്തപുരം ജില്ലയിലുള്ള പ്രവാസികളുടെ ഉന്നമനത്തിനും നാടിൻ്റെ ഉന്നമനത്തിനും വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു ടെക്സാസ് എന്ന സംഘടന നിലവിൽ വന്നത്. അതിൻ്റെ ടെക്സാസിൻ്റെ ഫുൾ പേരാണ് ട്രിവാൻഡ്രം എക്സ്പാറ്റ്സ് അസോസിയേഷൻ. അങ്ങനെ അത് ഇംഗ്ലീഷിൽ വന്നു. ഇപ്പം നമ്മളത് പേര് മാറ്റിയിട്ട് തിരുവനന്തപുരം ജില്ലാ ഫാമിലി കൂട്ടായ്മ എന്നാക്കിയിട്ടുണ്ട്. പക്ഷെ പേര് അത് തന്നെ നിൽക്കുന്നത് ടെക്സാസ്. അതാണ്. അപ്പം എല്ലാ വർഷവും ഇഫ്താർ കൂട്ടായ്മ നടത്തുന്നുണ്ട്? എല്ലാ വർഷവും നടത്താറുണ്ട്. ടെക്സാസിൽ മെമ്പേഴ്സും ഫാമിലികളും നമ്മളുടെ ഗസ്റ്റുകളും എല്ലാവരും ചേർന്നിട്ട് എല്ലാ വർഷവും ഇത് നടത്താറുണ്ട്. നമസ്കാരം. ഇപ്പം ഷാജിക്കയാണ് ഇതിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്. അപ്പം ഈ ടെക്സാസിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഇത് തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇതിനകത്ത് നമ്മുടെ MMSന്റെ സഹോദരൻ മരിച്ചുപോയ ഷറഫുദ്ദീൻ ആയിരുന്നു ഇതിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടത്. നമ്മളെ ഗ്ലോബൽ ചെയർമാൻ നാസർക്ക, ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു 4-5 പേര് ചേർന്ന് തുടങ്ങിയ ഒരു സംരംഭമാണിത്. തിരുവനന്തപുരം ജില്ലയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ ക്ഷേമത്തിന് വേണ്ടിയും അവിടുത്തെ വികസനത്തിന് വേണ്ടിയാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അപ്പോൾ അന്ന് മുതലേ ഞാനിതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കുകയും നമ്മൾ വോളണ്ടിയറിംഗ് ആയിട്ട് നമ്മൾ ഇതിനെ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മളിതിന് തുടക്കം കുറിച്ചത്. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ പല പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും മാറി വരികയും നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അങ്ങനെ നിന്നിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 10-15 വർഷത്തോളം വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനെ പെട്ടെന്ന് ഇവിടെ ഒരു CD ഇതൊക്കെ വന്ന് നമുക്ക് റെസ്ട്രിക്ഷൻ നമ്മൾ വർക്ക് ചെയ്യാതിരുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ നമ്മൾ ഒരു ഫാമിലി കൂട്ടായ്മയായിട്ട് നമ്മൾ ഒതുങ്ങി. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒന്നാണ് ഒരു ഇഫ്താറും, അതുപോലെ തന്നെ നമ്മളെ ഓണം, പിന്നെ ക്രിസ്മസ്, ന്യൂ ഇയർ. ഇത് നമ്മൾ എല്ലാ തവണയും ചെയ്യാറുണ്ട്. നമ്മൾ പല ലേബർ ക്യാമ്പുകളിലും നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ആൾക്കാരെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. നാട്ടിൽ നമ്മൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. നാട്ടിൽ ഇപ്പം തിരുവനന്തപുരം ജില്ലയിൽ ഒരു യൂണിറ്റ്, നാട്ടിൽ വളരെ ശക്തമായിട്ട് യൂണിറ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഏത് മെമ്പേഴ്സിനും അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവർക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ അവർ അതിനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഇവിടെ നിന്ന് പോയാൽ തന്നെ മുൻ പ്രസിഡന്റ് ശ്രീകണ്ഠൻ നായരാണ് ഇപ്പോൾ അവിടുത്തെ പ്രസിഡന്റ്. അവർ വളരെ ആക്റ്റീവായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ള നമ്മുടെ അംഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി, അംഗങ്ങളുടെ ഒത്തുചേരാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ കൂട്ടായ്മകളും ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് തിരുവനന്തപുരം പ്രവാസി കൂട്ടായ്മയായ ടെക്സാസ് ദുബൈയും നമ്മൾ കാഴ്ചവെക്കുന്നത്. ഓക്കെ, വളരെ സന്തോഷം. ഈ തിരക്കിനിടയിലും കുറച്ച് സമയം നമ്മളോടൊപ്പം വന്ന് ഈ വിവരങ്ങൾ ഷെയർ ചെയ്തതിൽ. ഏതായാലും ടെക്സാസിനും അതിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും റംദാൻ ആശംസകൾ. തിരുവനന്തപുരം പ്രവാസി ഫാമിലി കൂട്ടായ്മ ടെക്സാസ് ദുബൈ ഇഫ്താർ സംഗമം 2025 മാർച്ച് 16 ഞായറാഴ്ച 7 സീസൺ ഹോട്ടൽ അൽ നഹദയിൽ വെച്ച് നടത്തുകയുണ്ടായി. ടെക്സാസ് പ്രസിഡന്റ് ശ്രീ അബ്ദുൽ റഹീം ഷാജിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറി ശ്രീ നജീബ് സ്വാഗതം പറഞ്ഞു. ടെക്സാസ് ഗ്ലോബൽ ചെയർമാൻ ശ്രീ KK നാസർ, ടെക്സാസ് രക്ഷാധികാരിയും പെർഫെക്റ്റ് ഗ്രൂപ്പ് MDയുമായ ശ്രീ അഡ്വക്കേറ്റ് സിറാജുദ്ദീൻ, മീഡിയ പ്രവർത്തകനായ ശ്രീ നാസർ ബേപ്പൂർ, സിനിമാ പിന്നണി ഗായകൻ ശ്രീ അൻസാർ, പോസിറ്റീവ് പ്രോപ്പർട്ടി മാനേജിംഗ് ഡയറക്ടർ ശ്രീ സമീർ, KMCC തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷഫീഖ് സലാഹുദ്ദീൻ, സാമൂഹിക പ്രവർത്തകൻ ശ്രീ ചാക്കോ ഊളക്കാടൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. നിഷ്ക ജുവലറി ഡയറക്ടറും പ്രശസ്ത ഫിലോന്തോപ്പിസ്റ്റുമായ ശ്രീ ഹൈദ്രോസ് തങ്ങൾ റംദാൻ പ്രഭാഷണം നടത്തി. ടെക്സാസ് ട്രഷറർ അമീൻ ഖാദർ ഇഫ്താർ വിരുന്നിന് നേതൃത്വം നൽകി. ടെക്സാസ് ഫാമിലിയും മറ്റു ക്ഷണിക്കപ്പെട്ട അതിഥികളും ഒത്തുചേർന്ന് പങ്കെടുത്തുകൊണ്ട് ഈ വർഷത്തെ ടെക്സാസ് ഇഫ്താർ സംഗമം ഗംഭീരമാക്കി. നമസ്കാരം.
ടെക്സാസിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് എത്ര വർഷമായി? 22 വർഷമായി. 22 വർഷം. ഓ ഗ്രേറ്റ്. ഈ ടെക്സാസ് തിരുവനന്തപുരം പ്രവാസി കുടുംബ കൂട്ടായ്മയാണല്ലോ. അപ്പം ഇവിടെ എല്ലാ വർഷവും ഇഫ്താർ പോണം അങ്ങനെയുള്ളതിലൊക്കെ എല്ലാം നടത്താറുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് നടത്തുന്നത്. നമ്മൾ എല്ലാത്തിലും പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്കൊരു 3 വർഷം ഇങ്ങനെ CDയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെയാണ് തിരിച്ചു വന്നത്. ഒരു 350ഓളം മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാമിലി ഉണ്ടായിരുന്ന ഒരു സംഘടനയാണിത്. ഇപ്പോഴും ഉണ്ട്, ഏകദേശം അത്രയൊക്കെ ആൾക്കാരുണ്ട് ഇപ്പോഴും. അതുപോലെ തന്നെ നാട്ടിലും വേണ്ടുന്ന ഈ പ്രവാസി കൂട്ടായ്മ നാട്ടിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ പണ്ട് മുതലേ ചെയ്യുന്നുണ്ട്. ഇവിടെയും ചെയ്തിട്ടുണ്ട് പണ്ട്. ഇപ്പം ഇവിടെ ഇങ്ങനെ CDയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. അല്ലാതെ തന്നെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമസ്കാരം, അഡ്വക്കേറ്റ് ആണ്. അതെ, അബുദാബിയിൽ നിന്നാണ് ഈ ദുബൈയിൽ ഈ പ്രോഗ്രാമിന് വേണ്ടി വന്നിരിക്കുന്നത് അല്ലേ? ഇല്ല, ഞാൻ ദുബായിൽ സെറ്റിൽഡ് ആണ്. മോൾ അബുദാബിയിലാണ്. അങ്ങനെ ഞാൻ വീക്കെൻഡിൽ പോകും. ഇപ്പൊ 2 ആഴ്ച കൊണ്ട് ഈ പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. ഈ ടെക്സാസിന്റെ പ്രവർത്തനത്തെ കുറിച്ച് എന്താണ്? വളരെ നല്ല അഭിപ്രായമാണ്. ടെക്സാസ് നല്ല മികച്ച പ്രകടനമാണ് അവർ കാഴ്ചവെക്കുന്നത്. ഏകദേശം 18 വർഷത്തോളമായി ഞാൻ ഇതിൽ മെമ്പറായിട്ട്. ഞാൻ പണ്ട് തൊട്ടേ ഇതിൻ്റെ ജനറൽ മെമ്പറാണ്. കാരണം വിസ ഞാൻ വേറെ കമ്പനിയുടെ വിസയാണ് ഹോൾഡ് ചെയ്യുന്നത്. എല്ലാ അവസരങ്ങളിലും എല്ലാ സെലിബ്രേഷൻസ് നമ്മൾ നടത്താറുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ അതെല്ലാം നടത്താറുള്ളൂ. ഓക്കെ, താങ്ക് യു. ഷാനത്ത, നമസ്കാരം. നമസ്കാരം. പിന്നെ ഇത് ഈ ടെക്സാസുമായിട്ട് എത്ര വർഷമായിട്ടുണ്ടോ? 25 വർഷത്തിൽ മേലെയായി. ടെക്സാസിന്റെ തുടക്കം മുതലുള്ളതാണ് ഞങ്ങളെല്ലാവരും. അത് ശരി. പിന്നെ ഇടയ്ക്ക് കൊറോണ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് നമ്മൾ മാറി നിന്നു. വീണ്ടും ഇപ്പം ശക്തിയായിട്ട് തിരിച്ചു വന്നു. ഇതിൻ്റെ ഉള്ള മെമ്പേഴ്സ് എല്ലാം എങ്ങനെയാണ്? നമ്മുടെ മെമ്പേഴ്സ് എല്ലാം കോപ്പറേറ്റീവാണ്. എല്ലാ കാര്യങ്ങൾക്കും അവർ നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല വിജയമായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ക്രിസ്മസ്, ന്യൂ ഇയർ, ഓണം എല്ലാം തന്നെ നല്ല രീതിയിൽ മുമ്പോട്ട് അവരുടെ കൂട്ടായ്മയായ ഒരു പ്രവർത്തനം കൊണ്ടാണ് ഇത് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം എല്ലാവർക്കും റംദാൻ കരീം. റംദാൻ കരീം. നമസ്കാരം. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ടെക്സാസിൻ്റെ ഗ്ലോബൽ ചെയർമാൻ KK നാസറിക്കയാണ്. നാസറിക്ക, ഈ റംദാനായിട്ട് എന്താണ് അങ്ങക്ക് എല്ലാവരോടായിട്ട് പറയാനുള്ളത്? ടെക്സാസിൻ്റെ ഇഫ്താർ സംഗമം എല്ലാ വർഷങ്ങളും നമ്മൾ കൂടാറുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ലഹരി പ്രശ്നങ്ങളാണ്. ഏറ്റവും കൂടുതൽ ഭയാനകമായിട്ടുള്ള ഭാവി തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ടെക്സാസും അതുപോലെ തന്നെ മറ്റു സംഘടനകളും നാട്ടുകാരും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിനെ വീണ്ടും നല്ല രീതിയിലേക്ക് കൊണ്ടുവന്ന് ഒരു നല്ല ഭാവി ഉള്ള തലമുറയെ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. ടെക്സാസിൻ്റെ ഭാഗത്തു നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ നമുക്ക് ഭാവിയിലേക്ക് വേണ്ടത് ഭാവിയാണ് നമ്മുടെ കുട്ടികൾ. ആ ഭാവിയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ലഹരി പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് നശിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. അതിനുവേണ്ടി ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ നാട്ടുകാരും, ഏതൊരു ഗവൺമെൻറ്റിനും ലിമിറ്റഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നാട്ടുകാരും അതുപോലെ തന്നെ ജനങ്ങളും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഏതൊരു സമ്പ്രദായത്തിനും നമുക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ലഹരി വിരുദ്ധമായിട്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകണം. അതിന് ടെക്സാസ് എപ്പോഴും മുൻനിരയിൽ തന്നെ ഉണ്ടായിരിക്കും. നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ചാക്കോച്ചനെ അറിയാത്ത ആരും തന്നെ ഇല്ല. അപ്പോൾ ആ ചാക്കോച്ചനാണ് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത്. ചാക്കോച്ച, റംദാനായിട്ട് അങ്ങേക്ക് എന്താണ്? റംദാൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ വേദികളിലും റംദാൻ തുറക്കാൻ പോകും. പക്ഷേ ഞാൻ കൂടുതലായിട്ട് നമ്മൾ സജ്ജയിൽ ലേബർ ക്യാമ്പുകളിൽ മലബാർ ഗോൾഡ് തന്നെ 2, ഒന്ന് ഷാർജയിലും ഒന്ന് ദുബായിലും ഒരു ഇഫ്താർ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതിൽ മാക്സിമം സമയം കിട്ടുന്ന ഇങ്ങനെയുള്ള
വിരുന്നുകളില്ലാത്ത സമയത്ത് നമ്മൾ അവിടെയാണ്. അതാണ് നമുക്ക് കിട്ടുന്ന സംതൃപ്തി. അതുപോലെ തന്നെ ഈ മിസ്റ്റർ നാസർക്ക പറഞ്ഞ മാതിരി തന്നെ ഇപ്പോഴത്തെ ഈ കേരളത്തിലത്തെ പോക്ക് ഒരു ഭയാനകമായി ഉള്ളൊരു പോക്കാണ്. അതിനെല്ലാത്തിനും നമ്മൾ ഈ റമദാൻ ഇതിൻ്റെ അവസാനത്തോടു കൂടി എല്ലാ സംഘടനകളും യോജിച്ച്, നമ്മുടെ UAE-യിലുള്ള എല്ലാ സംഘടനകളും യോജിച്ച് നമ്മൾ ഇവിടുന്ന് തന്നെ അതിന് എതിരായിട്ടുള്ളൊരു പ്രവർത്തനം നടത്തണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇപ്പോൾ ടെക്സാസ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊല്ലങ്ങളായിട്ട് ഒന്നുകിൽ ഓണം അല്ലെങ്കിൽ ഇത് പല ഇതിലും നമ്മൾ വരാറുണ്ട്. നാസർക്കാണെങ്കിൽ ഞങ്ങളുടെ മലബാർ ഗോൾഡിൻ്റെ ഒരു പാർട്ണറും കൂടിയാണ്. 2010 തൊട്ടുള്ള അദ്ദേഹത്തിനുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ടെക്സാസ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ എല്ലാവിധ ആശംസകളും ഈ റംദാൻ കരീമിലും ഉണ്ടാവട്ടെ. ഇനിയും കൂടുതൽ അവർക്കും പല ഷാജിയൊക്കെ വളരെ അക്കാഫിലും അവിടെയൊക്കെ പോയി ഫുഡും കാര്യങ്ങളൊക്കെ ലേബർ ക്യാമ്പിൽ കൊടുക്കുന്നുണ്ട്. അതിന് അദ്ദേഹത്തെയും അവരുടെ ഈ അസോസിയേഷനെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.